SSLC ഫിസിക്സ് പരീക്ഷയിൽ A+ നിങ്ങൾക്ക് ഉറപ്പാക്കണമെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ടോപ്പിക്സ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ഇനി ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ എന്നുള്ള ചോദ്യമൊന്നും ഇവിടെ ചോദിക്കാൻ നിൽക്കരുത്. അതൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ പാസ് പോലും ആവില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചാപ്റ്ററിലെ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കി പോകാം. അതിൻ്റെ PDF-ഉം ഈ ഒരു ടോപ്പിക്സ് എന്നുള്ള ചോദ്യങ്ങളും എല്ലാ ടോപ്പിക്സും എങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ള കാര്യം ഞാൻ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന ഇക്വേഷൻ. ഇതിന്ന് എന്തായാലും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമുലയും ഇതെന്നുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിച്ചു വെച്ചേക്ക്. നല്ല ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. പിന്നെ വരാൻ പോകുന്നത് എക്കോ കാൽക്കുലേഷൻ്റെ ആണ്. അതായത് ഒരു സോഴ്സ്, ഒരു വോളോ അല്ലെങ്കിൽ മൗണ്ടനോ എല്ലാം ഉണ്ടാവും. എന്നിട്ട് ഒരാൾ സംസാരിക്കുന്നു. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് ആ ഒരു സോഴ്സിലേക്കുള്ളത്, അതിൻ്റെ എക്കോ വരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ന്യൂമറിക്കൽ ഇവിടുന്ന് വരാൻ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. പഠിച്ചു വെച്ചേക്കുക. പിന്നെ റെസണൻസും ഫോഴ്സ്ഡ് വൈബ്രേഷനും, അതിന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന്, രണ്ട് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരു ചോദ്യം 90% ഉറപ്പാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കുക. അതിൻ്റെ അർത്ഥം വേറെ ഒന്നും പഠിക്കേണ്ടെന്നല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പക്ഷേ ഈ 3 ടോപ്പിക്സും ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് ചോദ്യങ്ങളും, ആ ചോദ്യങ്ങൾ കുറച്ചും കൂടി കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്, PDF താഴെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ റേ ഡയഗ്രാം ഫുള്ള് പഠിക്കണം. ഇമ്പോർട്ടൻസ് കൂടുതൽ കോൺവെക്സ് ലെൻസിൻ്റെ ആണ്, കോൺകേവ് ലെൻസിൻ്റെ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും അത് പഠിച്ചേക്ക്, പഠിക്കാതിരിക്കൊന്നും വേണ്ട. റേ ഡയഗ്രാമിന് 99% ഷുവർ ക്വസ്റ്റൻ, അതില്ലാത്ത പേപ്പർ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നില്ല. അതിപ്പോൾ ഏതായിരിക്കും ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കോൺവെക്സ് ലെൻസിന് 6 കേസുകളുണ്ട്. ആ 6 കേസും പഠിച്ചാൽ അത് ഉറപ്പായിട്ട് ഒരു 3-4 മാർക്ക് കിട്ടിയില്ലേ. അത് പഠിച്ചു വെച്ചേക്കാൻ നല്ല. മിക്കവാറും ചോദിക്കുക ഒന്നെങ്കിൽ സി ഇവിടെ ബിയോണ്ട് സിയോ, അല്ലെങ്കിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫോ, അല്ലെ അറ്റ് സി ആയിരിക്കും. ഇതിൽ 3 ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് കൂടുതൽ, പക്ഷെ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്തായാലും വരും. ഓക്കെ, ലെൻസ് ഫോർമുലയെന്നു അല്ലെ മാഗ്നിഫിക്കേഷൻ എന്നുള്ള ചോദ്യം 100% ഉറപ്പാണ്. 99 പോലും അല്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഈ ഫോർമുലയിൽ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. 100% ഉറപ്പാണ്. പവർ ഓഫ് ലെൻസ് കുറച്ചും കൂടി ചാൻസ് കുറവാണ്. എന്നാലും പവർ വെച്ചിൻ്റെ ഫോർമുലയും അത് ബേസിലുള്ള ചോദ്യം പഠിച്ചു വെച്ചേക്കും. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഡിസ്പേർഷൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് റെഡ് ലൈറ്റ് കുറവ് ഡിവിയേറ്റ് ചെയ്യുന്നത്, ആ കാരണങ്ങൾക്കൊന്ന് പഠിച്ചു വെച്ചേക്ക്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അങ്ങനത്തെ അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. സൺസെറ്റ് സമയത്ത് എന്തുകൊണ്ടാണ് റെഡ് കളർ സൺ ഉള്ളത്, സ്കൈൻ്റെ കളർ എന്തുകൊണ്ടാണ് ബ്ലൂ ഉള്ളത്, അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഡിഫക്ട്സ് ഓഫ് വിഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഉറപ്പാണ്, 99% ഉറപ്പാണ്. മയോപ്പിയ എന്നോ ഹൈപ്പർ മെട്രോപ്പിയ എന്നോ അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ എന്നോ ഒരു ചോദ്യം പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എങ്ങനെയാണത് കറക്റ്റ് ചെയ്യാമെന്നാവാം, ഈ ഒരു ഹൈപ്പർ മെട്രോപ്പിയ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നാവാം, അല്ലെങ്കിൽ അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാമെന്നാവാം. അവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൂടാം. പിന്നെ ഇതിൽ ഇവിടെ കൊടുക്കാത്തത്, പക്ഷെ എന്നാലും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ എന്താണ് ഒരു റെഡ് ഫിൽറ്റർ ഏത് ലൈറ്റിനെ കടത്തി വിടും, ഏത് ലൈറ്റിനെ കടത്തി വിടില്ല, ആ ഒരു പരിപാടി. അപ്പോൾ അതിന് പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സിൻ്റെ ലോജിക്ക് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതൊന്ന് പഠിച്ച് വെച്ചേക്ക്, അവിടെ നിന്ന് ഒരു ചോദ്യം വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രം പഠിക്കണം എന്നല്ല, ഈ ചാപ്റ്ററിന് പ്രത്യേകിച്ച് അങ്ങനെ ഇത് മാത്രം പഠിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ചാപ്റ്റർ കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. എല്ലാം പഠിക്കുക, എന്നോടൊപ്പം ഇത് പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. മാഗ്നറ്റിക് എഫക്ട്സിൽ എന്തായാലും പഠിക്കേണ്ട സാധനങ്ങളാണ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സോളിനോഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഒന്നെങ്കിൽ മറ്റേ കറണ്ട് ഇങ്ങനെ ഉണ്ട്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് ഇങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വയർ കൊടുത്തിട്ട് താഴെ ഒരു കോമ്പസ് വെച്ചിട്ട് ചോദിക്കും, കോമ്പസ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ചോദിച്ചില്ലെങ്കിൽ എന്തായാലും ഈ സോളിനോഡിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഉറപ്പാണ്. പിന്നെ ഇലക്ട്രിക് മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിലെ സ്പ്ലിറ്റ് റിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ്, എനർജി കൺവേർഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് പഠിച്ചു വെച്ചേക്കുക. അവിടെ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. പിന്നെ പാർട്സ്, ഓക്കെ, ഇലക്ട്രിക് മോട്ടറിന്റെ പാർട്സ്, ആർമേച്ചർ, പെർമനന്റ് മാഗ്നറ്റ്സ്, സ്പ്ലിറ്റ് റിങ്, ആ പാർട്സ് എന്തായാലും പഠിച്ചു വെക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിച്ചേ പറ്റുള്ളവർക്ക്. ഓക്കെ, പിന്നെ ഇലക്ട്രിക് മോട്ടർ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റും കൂടി ഒന്ന് പഠിച്ചു വെക്കും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുള്ള ചോദ്യം 90% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചുള്ള 2-3 ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്ക്. SCERT വിട്ട ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, പഠിച്ചു വെച്ചേക്കണം, ഒരു സംശയവുമില്ല. 5ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ജൂൾസ് ലോന്റെ 3 ഫോർമുല ഉണ്ട്. H = I²RT, V²/R × T, VI. ഏതെങ്കിലും ഒരു VIT, ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ എന്തായാലും വരും, ഉറപ്പാണ് കേട്ടോ.
അല്ലെങ്കിൽ പവർ വെച്ചിട്ടുള്ള ചോദ്യം വരും. അപ്പോൾ പവറിൻ്റെയും 3 ഇക്വേഷൻ ഇതുപോലെ ഉണ്ട്. I²R V²/R പിന്നെ VI എന്ന് പറഞ്ഞ 3 ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം ഇതിൽ നിന്നുള്ള ന്യൂമറിക്കൽ ഈ ചാപ്റ്ററിന് ഉറപ്പാണ്. പിന്നെ ഹൗസ് ഹോൾഡ് സേഫ്റ്റിയും കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, സേഫ്റ്റി ഫ്യൂസിനെ പറ്റി പറയുന്നുണ്ട്, MCV പറയുന്നുണ്ട്, ELCV പറയുന്നുണ്ട്. അതൊക്കെ ബേസിക് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. സേഫ്റ്റി ഫ്യൂസിൽ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, MCVൻ്റെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെന്താണ് ഈ ഒരു ഇക്വേഷൻ E=P×T/1000. നമ്മുടെ വീട്ടിൽ ഇത്ര ബൾബ് ഉണ്ട്, ഇത്ര വാഷിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും ബില്ല്. ആ ചോദ്യം ഓൾമോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെയാണ് എന്തായാലും പഠിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിലും പഠിച്ചു വെക്കേണ്ടത് നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ്. നിക്രോം എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്തായാലും പഠിച്ചിരിക്കുന്ന സാധനമാണ് AC ജനറേറ്ററും DC ജനറേറ്ററിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസുകൾ. അതിൽ ആർമേച്ചറിൽ ഏതായിരിക്കും കറണ്ട്, ഔട്ട്പുട്ടിൽ ഏതായിരിക്കും കറണ്ട്, എല്ലാം പഠിച്ചു. അതിൻ്റെ ഗ്രാഫും ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. AC-യുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും, DC-യുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും, DC സെല്ലിൻ്റെ ഇങ്ങനെ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റുള്ളൂ. 100% ഉറപ്പാണ്. 100% അവിടെ നിന്ന് AC ജനറേറ്റർ DC ജനറേറ്റർ എന്തായാലും ശരി. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ ഉറപ്പാണ്. 99 പോലെയല്ല 100% പഠിച്ചു വെച്ചോ ഈ ഒരു ഇക്വേഷനും. പിന്നെ നമ്മുടെ മറ്റേ ഇക്വേഷനിൽ VP/IP =VS/IS ഏതെങ്കിലും ഒന്നും ഉപയോഗിച്ചിട്ട് ചോദ്യം വരും. പിന്നുള്ളത് പവർ ട്രാൻസ്മിഷൻ ആണ്. ഏത് വോൾട്ടേജിലാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജ്, അതിനുശേഷം എവിടെയാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ബേസിക്കലി 11 kV ഉണ്ടാക്കുന്നത്, പിന്നെ 220 kV ആകില്ലേ, പിന്നെ ഓരോന്നേര് സബ്സ്റ്റേഷനിൽ വോൾട്ടേജ് കുറച്ച് വീട്ടിലെത്തുമ്പോൾ 230 ആ മൊത്തം സീക്വൻസ് പഠിച്ചു വെച്ചോ. അവിടെ നിന്ന് ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ചാൻസ് കുറവാണെങ്കിൽ ഇത് ഭയങ്കര ചാൻസ് ആണ്. ആ ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം പഠിച്ചു വെച്ചോ. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലിവറിന്റെ ഇക്വേഷനും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് ഇക്വേഷൻ പഠിച്ചു വെക്കുക. അവിടെ നിന്ന് സിമ്പിൾ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ലിവർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള 1-2 മാർക്സിന് ചോദ്യം വരാം. പിന്നെ ഇൻക്ലൈൻ പ്ലെയിനിൽ വർക്ക് ഡണ്ണിന്റെ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇക്വേഷനില്ലേ ഇൻക്ലൈൻ പ്ലെയിനിലുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ബേസിക്കലി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇൻക്ലൈൻ പ്ലെയിനിന്റെ L/H എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ആ L/H ഉള്ള ഒരു ചോദ്യം വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇൻക്ലൈൻ പ്ലെയിൻ വന്നില്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ സ്ക്രൂ ജാക്കിന് വരാനുള്ള ഒരു ചാൻസും വളരെയധികം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാം കൂടി പഠിച്ചോളൂ. പക്ഷേ ഒബ്വിയസ്ലി ഇൻക്ലൈൻ പ്ലെയിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ. അവിടെ നിന്ന് ഒരു ന്യൂമറിക്കൽ ഓൾമോസ്റ്റ് ഷുവർ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ടൈപ്പ് കാര്യങ്ങളാണ് നിങ്ങൾ ഓരോ ചാപ്റ്ററിനും പഠിച്ചു എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടത്. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് മാത്രം പഠിച്ചിട്ട് A+ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പഠിച്ചില്ല A+ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്സിന് കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് പഠിച്ചോളുക. ബാക്കിയുള്ള നമ്മുടെ ചാനലിലെ ലൈവും വീഡിയോസും ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ലൈവിൽ കാണാം.